ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ക്യാൻസർ ഉള്ള ആളുകൾക്ക് കണ്ടുവരുന്ന അവരുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഏത് സമയത്തും എപ്പോഴും നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള ഫിസിഷ്യനെ, ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ശരീരഭാരം കുറയുക. ഒരു കാര്യമില്ലാണ്ട് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മുടെ ശരീരഭാരം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, ഫെറ്റീഗ് അനുഭവപ്പെടുക. നമുക്ക് എന്ത് ചെയ്താലും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ക്ഷീണം, ഒന്നിനും വയ്യാത്തൊരവസ്ഥ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, റെസ്റ്റ് എടുത്താലും മാറാത്തൊരു ക്ഷീണം അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മേലോ നമ്മുടെ മുഖത്തോ തൊലിപ്പുറത്തോ ഒക്കെ ലംസ് അല്ലെങ്കിൽ സ്വെല്ലിങ്സ് ആയിട്ട് അനുഭവപ്പെടുക. നമുക്ക് പുറമേക്ക് കാണുന്ന സ്വെല്ലിങ്സ് ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മുഖത്തൊക്കെ ചെറിയ ചെറിയ മോൾസ് ആയിട്ട്, എന്താ പറയുക, ബ്ലാക്ക് കളറ് ബ്രൗൺ കളറായിട്ടുള്ള കുരുക്കൾ പോലെ പെട്ടെന്നുണ്ടായി വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇൻറ്റേർണൽ മാലിഗ്നൻസിയുടെ ഒരു മാർക്കറായിട്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. അതിന് പല പല പേരുകൾ, മെഡിക്കൽ ടേംസ് ഉണ്ട്. ഇപ്പോൾ മുഖത്താണെങ്കിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലായിട്ടോ കറുപ്പ് കളറ് പെട്ടെന്ന് വരിക, അല്ലെങ്കിൽ മുഖത്ത് പെട്ടെന്ന് കറുത്ത കുരുക്കൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുക, അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തായിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, സ്വാളോയിങ്ങിന് ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചുമ വന്നുകൊണ്ടിരിക്കുക, ചുമ നിൽക്കാത്ത കണ്ടീഷൻസ്, അതുപോലെ നമ്മുടെ ശബ്ദത്തിൽ വ്യത്യാസം വരിക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. അതുപോലെ നമുക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്രം പോവുക, അല്ലെങ്കിൽ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്നായിട്ട് ബ്ലഡ് സ്പോട്ട് പോലെ വരിക, അതായത് അവിടെ ഒരു ചുവന്ന കുത്തുകുത്ത് ബ്ലഡ് വന്നിട്ടുള്ള സ്പോട്ട്സ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ബ്ലീഡിങ് അനുഭവപ്പെടുക, അതെല്ലാം ശ്രദ്ധിക്കേണ്ട. അതുപോലെ പനി വരിക, രാത്രി കാലങ്ങളിൽ വിയർക്കുക, നൈറ്റ് സ്വെറ്റ് എന്നാണ് പറയുക. പനി, രാത്രി കാലങ്ങളിൽ വിയർക്കുക തുടങ്ങിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്. ക്യാൻസർ ഉള്ള ഇൻഡിവിജ്വൽസ് നമ്മുടെ ശരീരം കാണിക്കുന്ന ഓരോ അവസ്ഥകളാണ്, ലക്ഷണങ്ങളാണ്, ഇൻറ്റേർണൽ മാലിഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.